എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായിട്ട് അവിയൽ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. 2 നേന്ത്രക്ക, 1 മുരിങ്ങയ്ക്ക, 1 കഷ്ണം ഇളവൻ, 1 കഷ്ണം വെള്ളരിക്ക, 2 തൊണ്ടമുളക്, 1 കഷ്ണം ചേന, 1 കഷ്ണം ചേമ്പ്, 1 ക്യാരറ്റ്, 1 കഷ്ണം പടവലങ്ങ. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേനയും ചേമ്പും സെപ്പറേറ്റ് അരിഞ്ഞെടുത്തേക്കാണ്. അവിയലുണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ചേന ആദ്യം ഇടുക. എന്നിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിക്കുക. ചേന നന്നായിട്ട് തിളച്ചതിന് ശേഷം മറ്റുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പം വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. എത്ര വേവുള്ള ചേനയായാലും ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റ് വേവായിരിക്കും, കുഴഞ്ഞു പോവുകയൊന്നുമില്ല. ഇനി മറ്റുള്ള കഷ്ണങ്ങളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇച്ചിരി 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കാവുന്നതാണ്. എങ്കിലേ കറക്റ്റ് മഞ്ഞളും അതിൻ്റെ കളറും എല്ലാം ഉണ്ടാവുകയുള്ളൂ. 1 സ്പൂണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം തിളച്ച് വെന്തതിന് ശേഷം ഉപ്പൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. ഇനി 1 നുള്ള് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ചേമ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ചേമ്പ് കുഴഞ്ഞു പോവുകയില്ല, കറക്റ്റ് വേവായിട്ട് കിട്ടുകയും ചെയ്യും. ഇത് കഷ്ണങ്ങളെല്ലാം ഇനി നല്ലപോലെ ഒന്ന് തിളച്ച് വെന്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. കഷ്ണങ്ങൾ കുറച്ചും കൂടെ വേവാനുണ്ട്. നല്ല വെന്തതിന് ശേഷം കൂട്ട് ചേർത്താൽ മതി. അപ്പോഴത്തേക്ക് കൂട്ട് റെഡിയാക്കാം. ഒരു വലിപ്പത്തിലുള്ള തേങ്ങയുടെ പകുതി തിരികെ എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് ജീരകം ചേർത്ത് കൊടുത്ത്, 2 പച്ചമുളക്, 2 ചെറിയ ഉള്ളി, 1 കുഞ്ഞു പീസ് വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി ഒന്ന് കറക്കിയെടുക്കാം. ഈ ഒരു പാകത്തിന് കൂട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പം കഷ്ണങ്ങളെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ചെറിയ ഒരു നനവേ ഉള്ളൂ. ഈ ഒരു സമയത്ത് കൂട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. കൂട്ടെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ ചൂടിൽ തന്നെ കൂട്ടെല്ലാം വെന്ത് കിട്ടും. തീ ഇപ്പോൾ കുറച്ച് വെച്ചതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തൊരു 2 മിനിറ്റ് ആവി കയറാൻ വെച്ചാൽ മതിയാകും. അപ്പോഴത്തേക്ക് അവിയൽ റെഡി ആയിട്ടുണ്ടാകും. മൂട് കട്ടിയുള്ള പാത്രത്തിൽ മാത്രമേ അവിയൽ വെക്കാവൂ. ഇല്ലെങ്കിൽ ഈ ഒരു സമയത്ത് അടിയിൽ നിന്ന് പുകയോ അടി പിടിക്കുകയോ ഒക്കെ ചെയ്യാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി 2 മിനിറ്റ് ഇടുക. ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു തവി തൈര് ചേർത്ത് കൊടുക്കാം. ഇത് സമയം സ്റ്റൗ ഓഫാക്കിയിട്ട് ചെയ്താൽ മതിയാകും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 തവി പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വയ്ക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.